കുറിച്ച് വയ്ക്കുക. 8:42 ആകുമ്പോഴേക്കും UDF ലീഡ് തുടങ്ങിയിരിക്കുകയാണ്. EVM എണ്ണി തുടങ്ങുമ്പോൾ സമയം 8:42. മാർക്ക് ചെയ്തോളൂ. മറക്കുന്നുണ്ടോ? മറക്കുന്നില്ല. ഘടികാരങ്ങൾ ഇനിയും ചലിക്കുമല്ലോ. ഘടികാരങ്ങൾ ചലിക്കാറില്ല. കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾ പിന്നിൽ, പാലയിൽ ജോസ് പിന്നിൽ, ചങ്ങനാശ്ശേരിയിൽ ജോ മൈക്കിൾ പിന്നിൽ, പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പിന്നിൽ, കടുത്തുരുത്തിൽ നിർമ്മല ജിമ്മി പിന്നിൽ, കാഞ്ഞിരപ്പള്ളിയിൽ റോഷിയും ഇടുക്കിയിൽ റോഷിയും മാത്രം. അതായത് പത്തനാപുരത്ത് കടുത്ത മത്സരമാണെന്ന്. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ജോസ് കെ മാണി അടക്കം പ്രധാനപ്പെട്ട 4 നേതാക്കൾ പിന്നിൽ നിൽക്കുന്നു. 2 നേതാക്കൾ മാത്രമാണ് മുന്നിൽ. അതിലൊന്ന് ഇടുക്കിയിൽ റോഷി, മറ്റൊന്ന് കാഞ്ഞിരപ്പള്ളിയിൽ എൻ ജയരാജ്. ചാത്തന്നൂരിൽ LDF മുന്നേറുന്നു. ചാത്തന്നൂരിൽ LDF മുന്നേറ്റം. ചാത്തന്നൂരിൽ LDF മുന്നേറുന്നു. ലീഡ് 700 കടന്നിരിക്കുന്നു. നേരിയ ലീഡ്. പ്രധാനപ്പെട്ട കാര്യം BJP പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്തനാപുരത്ത് LDF ലീഡ് തിരിച്ചു പിടിക്കുന്നു. പത്തനാപുരത്ത് ലീഡ് തിരിച്ചു പിടിക്കുന്നു. തൃശ്ശൂരിൽ രാജൻ പല്ലൻ 246 വോട്ടിന്റെ ലീഡ് UDF. തൃശ്ശൂരിൽ രാജൻ പല്ലൻ 248. സെൻട്രൽ UDF 38 ലീഡ് ചെയ്യുന്നു. ഇത് നോക്കൂ, ഇങ്ങനെ ഒരു ചിത്രം അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ല. 67 വോട്ടിൽ UDF ലീഡ് ചെയ്യുന്നു. 63 വോട്ടുമായി ഉദുമയിൽ 230 വോട്ടിന് 200 വോട്ടിന്റെ ലീഡുണ്ട്. ആലപ്പുഴയിൽ LDF ലീഡാണ്. ആദ്യം EVM എണ്ണി തുടങ്ങുമ്പോൾ PP ചിത്തരഞ്ജൻ വളരെ കംഫർട്ടബിൾ ആയി. കരുനാഗപ്പള്ളിയിൽ UDF തരംഗമാണ് കേട്ടോ. 100% സംഭവിക്കാനില്ല. സ്വാഭാവികം. കാട്ടാക്കടയിൽ സതീഷ് 40 വോട്ടുകൾക്ക് കുണ്ടറയിലും ലീഡ് ഉറപ്പിക്കുകയാണ് UDF. നാട്ടികയിൽ സുനിൽ ലാലൂർ 35 വോട്ടിന്റെ ലീഡ് UDF. BJP പിന്നിലാണ്. ചാത്തന്നൂരിൽ BJP പിന്നിലാണ്. ഇനി നെഞ്ചിടിപ്പോട് കൂടി പ്രേക്ഷകർ കാത്തിരിക്കണം. 64 നോക്കൂ. 67 തിരിച്ചുപിടിച്ചു നാട്ടികയിൽ. ഗീതാ ഗോപി 94 വോട്ടിന് ഗീതാ ഗോപി 94 വോട്ടിന് ഇടുക്കിയിൽ EVM എണ്ണി തുടങ്ങി കേട്ടോ. നോക്കൂ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുകയാണ് BJP. നോക്കൂ, നേമത്തിൽ ലീഡ് ചെയ്യുന്നു. പാലക്കാട് പിന്നെ വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. തൃശ്ശൂരിൽ LDF ലീഡ് 650 ആയിട്ട് ലീഡ് ഉയർത്തുന്നു. തുടക്കം മുതൽ നാട്ടികയിൽ ലീഡ് മാറി കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂരിൽ UDF ലീഡാണ്. അവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നില്ല. BJP അവിടെ കോൺഗ്രസ് രാജൻ പല്ലൻ കൃത്യമായ ലീഡാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷവും രാജൻ പല്ലൻ പിന്നിലേക്ക് പോയിട്ടില്ല. തൃശ്ശൂരിൽ രാജൻ പല്ലൻ തന്നെ എന്ന് ഉറപ്പിക്കാം. രാജൻ പല്ലന്റെ ലീഡ് 392 ഉയർന്നിരിക്കുന്നു. തൃശ്ശൂരിൽ രാജൻ പല്ലൻ 392 ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഗീതാ ഗോപി 199 ലീഡ്. 119 നാട്ടികയിൽ വീണ്ടും ഇടതുപക്ഷം ലീഡ് ഉയർത്തുന്നു. ഗീതാ ഗോപി 119 വോട്ടിന്റെ ലീഡ്. കൽപ്പറ്റയിൽ UDF ലീഡ് 79 ആവുന്നു. മാനന്തവാടിയിൽ UDF ലീഡ്. വയനാട് 3 മണ്ഡലങ്ങളിൽ വയനാട്ടിൽ UDF തേരോട്ടം. അഴക്കൂട്ടത്ത് ലീഡ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. കഴക്കൂട്ടത്ത് V മുരളീധരൻ ലീഡ് ചെയ്യുന്നു. 34 വോട്ടിന് രാഷ്ട്രീയത്തിൽ മാറുകയാണ്. ഇങ്ങനെ ഒരു കാഴ്ച കേരളം BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് ഈ 5.